നമസ്കാരം. ചുങ്ക് ജ്വല്ലറി മൂവി കഫേയിലേക്ക് സ്വാഗതം. പുത്തൻ കാഴ്ചാനുഭവങ്ങൾ സമ്മാനിക്കാൻ കൈനിറയ ചിത്രങ്ങളുമായാണ് 2013 കടന്നെത്തിയത്. കഴിഞ്ഞ വർഷം 126 ചിത്രങ്ങളുമായി നേട്ടം കുറിച്ച മലയാള സിനിമ ഉണർവോടെ തന്നെ ഈ വർഷത്തിനും തുടക്കമിട്ടിരിക്കുന്നു. ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ വരാനിരിക്കുന്നു. ഒപ്പം മികച്ച താരോദ്യങ്ങൾക്കും 2013 സാക്ഷിയാവുകയാണ്. യുവത്വത്തിന്റെ ഊർജ്ജവുമായി ഈ വർഷം തുടക്കമിട്ട ചിത്രങ്ങളുടെ വിശേഷങ്ങളും ഒപ്പം വെള്ളിത്തിര കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി മൂവി കഫേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതുവർഷ കാഴ്ചയായി 6 ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തിയത്. യുവതാരനിരയാൽ സമ്പന്നമായ ചിത്രങ്ങൾ കാണാൻ നല്ല തിരക്കാണ് തിയേറ്ററുകളിൽ. പേരിലും അവതരണത്തിലും പുതുമകളുമായാണ് 2013 ചിത്രങ്ങൾ തിരനീക്കിയെത്തിയത്. പുതുവർഷം തിയേറ്ററുകൾ നിറച്ച ചിത്രങ്ങളെത്തി. സാമൂഹ്യ പ്രവർത്തക സുനിത കൃഷ്ണൻ നിർമ്മിച്ച് രാജേഷ് ടച്ച് റിവർ സംവിധാനം ചെയ്ത എന്റെ എന്ന ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. ഡൽഹി കൂട്ടമാനഭംഗം ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഹീന സംഭവങ്ങളുടെ കണ്ണാടി പകർപ്പാണ് ചിത്രം. ഒരു അച്ഛന്റെയും മകളുടെയും ജീവിതത്തിലൂടെ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം വരച്ചുകാട്ടുന്നതിൽ ചിത്രം വിജയം കണ്ടു എന്നതിൽ അണിയറ പ്രവർത്തകർക്ക് അഭിമാനിക്കാം. സിദ്ദിഖിന്റെയും അഞ്ജലി മേനോന്റെയും അച്ഛനും മകളും കഥാപാത്രങ്ങൾ സിനിമ കണ്ടിറങ്ങിയാൽ ഏറെ നേരം മനസ്സിൽ തങ്ങി നിൽക്കും. ശരത് ഈണം നൽകിയ ഗാനങ്ങൾ ചിത്രത്തിന്റെ കഥാപശ്ചാത്തലവുമായി ഏറെ യോജിച്ചു നിൽക്കുന്നു. ബാബു ജനാർദ്ദനൻ തിരക്കഥയെഴുതി ലാൽജോ സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീടിന്റെ തുടർച്ചയായി എത്തിയ ലിസമ്മയുടെ വീടിന് മികച്ച പ്രതികരണം. നിലവിലെ സാമൂഹ്യ പശ്ചാത്തലം തന്നെയാണ് ഈ ചിത്രവും വരച്ചുകാട്ടുന്നത്. ലിസമ്മയുടെ വീട് തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ബാബു ജനാർദ്ദനൻ തന്നെയാണ്. അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിൽ പീഡനത്തിനിരയായ ലിസമ്മ എന്ന പെൺകുട്ടിയുടെ പിന്നീടുള്ള ജീവിതമാണ് ചിത്രം ദൃശ്യവൽക്കരിക്കുന്നത്. ലിസമ്മയിലൂടെ മീര ജാസ്മിൻ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. ലിസമ്മയുടെ അച്ഛനായി സലീം കുമാർ തന്നെ വേഷമിട്ടിരിക്കുന്നു. രാഹുൽ മാധവാണ് നായകൻ. ലിസമ്മോക്ക് സ്കൂളില്ലേ? സ്കൂളില്ലാത്ത ദിവസം ജനറൽ നോളജ് പഠിക്കണം. ലോകപ്രശസ്തനായ യാത്രാവിവരണ സാഹിത്യകാരൻ ഇബ്നു ബത്തൂത്തയുടെ ജന്മസ്ഥലം അമേരിക്ക, ചൈന, റഷ്യ. ചൈനയല്ലേ? പ്രശസ്ത ഛായാഗ്രാഹകൻ രാജീവ് രവി സംവിധാനം ചെയ്ത അന്നയും റസൂലും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. ഫഹദിന്റെ കണ്ടുമടുത്ത കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് ചിത്രത്തിലേത്. മട്ടാഞ്ചേരിയിലെ ഒരു കൂട്ടം ആളുകളുടെ കഥ പറയുന്ന ചിത്രം ഒരു പ്രണയകഥയും കൂടി വരച്ചുകാട്ടുന്നു. ആൻഡ്രിയയാണ് ഫഹദിന്റെ നായിക. സംവിധായകരായ രഞ്ജിത്ത്, ആഷിഖ് അബു, ജോയ് മാത്യു എന്നിവരും പി ബാലചന്ദ്രൻ, ശ്രീനാഥ് ബാസി തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നു. രാജീവ് രവി, ഇസാ റസൂൽ എന്നിവരാണ് കഥ രചിച്ചത്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റേതാണ് തിരക്കഥ. നീ പ്രേമിച്ചോട മുത്തേ, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നവാഗതനായ ഗിരീഷ് ഒരുക്കിയ നീക്കോ ഞാഞ്ച പ്രദർശനം തുടരുന്നു. സണ്ണി വെയിൻ, പൂജിത, രോഹിണി ഇടിക്കുള, പ്രവീൺ തുടങ്ങി ഒരുപിടി യുവാക്കളാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. യുവത്വത്തിന്റെ ഊർജ്ജസ്വലത നിറഞ്ഞ ചിത്രമാണ് നിന്നെയും കൊല്ലും ഞാനും ചാകും. സന്ദീപ് സേനൻ, അനീഷ് എം തോമസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. റഫീഖ് അഹമ്മദ്, ഡി സന്തോഷ് എന്നിവരുടെ വരികൾക്ക് പ്രശാന്ത് പിള്ള സംഗീതം പകർന്നിരിക്കുന്നു. എല്ലാവരും ഒരു ഡ്രീമാക്കി മാറ്റി നീ ഡ്രീം ഗേളെ, നീ കൂളായി പോയില്ലേ? ഒബറോൺ മാളിന്റെ മുന്നിൽ നിൽക്കുന്ന ഭാവം
രഞ്ജിനി ഹരിദാസ് ആദ്യമായി നായികയായി വേഷമിട്ട എൻട്രിയും പ്രദർശനം തുടരുന്നു. രാജേഷ് അമലകരയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. തന്റേടിയായ പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് രഞ്ജിനി എത്തിയിരിക്കുന്നത്. ബാബുരാജ്, ഭഗത്, ഷിജ റോസ്, ആകാശ് അശോക്, നിഹാൽ എന്നിവരും അഭിനയിച്ചിരിക്കുന്നു. രാമതുളസിയാണ് എൻട്രിയുടെ ഛായാഗ്രാഹകൻ. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് മെജോ ജോസ് ഈണം പകർന്നിരിക്കുന്നു. ഗായകനും അവതാരകനുമായ നിഖിൽ കെ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത മൈ ഫാൻ രാമു പ്രദർശനത്തിലെത്തി. ഒരു സൂപ്പർ സ്റ്റാറും അയാളുടെ ആരാധകനും ഒരു ദിവസം ഒന്നിച്ചു കഴിയുന്നു. ഇത് പിന്നീട് പല ആകസ്മിക സംഭവങ്ങളിലേക്കും നയിക്കുന്നു. രാജീവ് പിള്ള സൂപ്പർ സ്റ്റാറായി വേഷമിട്ടിരിക്കുന്നു. സൈജു കുറുപ്പാണ് രാമു എന്ന ആരാധകനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, ബിജുക്കുട്ടൻ, ഗിന്നസ് പക്രു, ബിനീഷ് കോടിയേരി, റിയാസ് ഖാൻ തുടങ്ങി വൻ താരനിര തന്നെ അണിനിരക്കുന്നു. നിഷിത പൊതുവാളും മാളവിക വെയിൽസുമാണ് നായികമാർ. സൈജു കുറുപ്പും നിഖിൽ കെ മേനോനും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. രാജീവ് ആലങ്കലിന്റെ വരികൾക്ക് ടി സഞ്ജീവ് ഈണം പകർന്നിരിക്കുന്നു. തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ വിശേഷത്തിലേക്കാണ്. രേവതി എസ് വർമ്മ സംവിധാനം ചെയ്ത മാഡാഡ് പ്രദർശനത്തിനൊരുങ്ങുന്നു. ലാൽ, പത്മപ്രിയ, മേഘന രാജ്, നസ്രിയ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പേര് സൂചിപ്പിക്കും പോലെ ഒരു അച്ഛനും മകളും തമ്മിലുള്ള തീവ്രബന്ധമാണ് മാഡാഡിന്റെ പ്രമേയം. ലാലും നസ്രിയയുമാണ് അച്ഛനെയും മകളെയും അവതരിപ്പിക്കുന്നത്. മേഘനയും പത്മപ്രിയയുമാണ് ലാലിന്റെ നായികമാർ. മികച്ച ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് ചിത്രം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണം പകർന്നിരിക്കുന്നു. ശ്രീജിത്ത് വിജയ്, ജനാർദ്ദനൻ, വിജയരാഘവൻ, സലീം കുമാർ, ലാലു അലക്സ് തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നു. PNV ഫിലിംസിന്റെ ബാനറിൽ PN വേണുഗോപാലാണ് ചിത്രം നിർമ്മിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജയ് ഹിന്ദ്.